ഇതാണ് RCയുടെ കമ്പനി സ്റ്റോക്ക് ബൾബ്. അത് ഡിമ്മിൽ മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. സാധനം അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇന്ന് സെയിലാക്കുകയാണ്. വെച്ച് പറയുകയാണ്, ഈ ഒരു വണ്ടി നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പണിയും കിട്ടത്തില്ല. ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ RC എടുത്താണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ള വണ്ടി. കഴിഞ്ഞ ദിവസം നമ്മളെ PPFും സെറാമിക്കും എല്ലാം അപ്ലൈ ചെയ്ത് സാധനം എന്താ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു റോഡ് അട്രാക്ഷനാണ് വണ്ടി. ദൂരേന്ന് കാണാനും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ എല്ലാവരും ഒരു പഴയ 2012 മോഡൽ വണ്ടി ഒരു പക്ക ന്യൂ ആയിട്ട് ബിൽഡ് ചെയ്ത് എടുത്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം. കാണുന്ന എല്ലാവരും വണ്ടിയെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം വണ്ടിയിൽ കുറച്ച് സംഭവങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. കാണുന്ന ഭാഗമല്ല, വണ്ടിയുടെ ഉള്ളിലായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ RC 390 അല്ലെങ്കിൽ KTMസിൻ്റെയൊക്കെ സ്ലിപ്പർ ക്ലച്ചാണ് കേട്ടോ. അതായത് പുതിയ മോഡൽ വണ്ടിക്ക് വരുന്ന സ്ലിപ്പർ ക്ലച്ചാണ്. അപ്പം ഇത് നമ്മൾ VS3 ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് സ്ലിപ്പർ ക്ലച്ച് വണ്ടിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു വണ്ടിക്ക് വേണ്ടൊരു സംഭവമാണ്. അതായത് നമ്മൾ ഗിയർ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക് വീല് ലോക്കാവാതിരിക്കാൻ സഹായിക്കുന്നൊരു സംഭവമാണ് ഈ ഒരു സ്ലിപ്പർ ക്ലച്ച്. മാത്രമല്ല നമുക്ക് ക്ലച്ച് ഭയങ്കര ലൈറ്റ് ആവും, ഗിയറൊക്കെ കുറച്ചും കൂടെ ലൈറ്റ് ആവും, അങ്ങനെയൊക്കെ സഹായിക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു സ്ലിപ്പർ ക്ലച്ച്. അപ്പം ഇത് ക്ലച്ച് മാത്രമാണ്. ഇതിൻ്റെ ബെല്ലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ക്ലച്ച് മാത്രം കിട്ടിയതാണ്. ഇനി ബെല്ലിന് ഏകദേശം 2500 ആവും തോന്നുന്നു. ഇതിൻ്റെ ബെല്ലിന് മാത്രം അറിയത്തില്ല. ഇത് മൊത്തത്തിൽ ഫുൾ സെറ്റോടെ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6000 റേറ്റെങ്കിലും വരും കേട്ടോ. പക്ഷേ വണ്ടിക്ക് നല്ല രീതിക്കുള്ളൊരു മാറ്റം, പക്ക സ്മൂത്തായിട്ടുള്ളൊരു ഗിയർ ബോക്സും അതുപോലെ തന്നെ നല്ല ക്ലച്ച് ഫീലും ഗിയർ ബ്രേക്ക് ചെയ്യാനകത്തുള്ള ഒരു ഇഷ്യൂ നമുക്ക് മാറി കിട്ടും. അപ്പോൾ അതാണ് ചെയ്യാനായിട്ട് പോകണം. പക്ഷേ അതിന്ന് ചെയ്യുന്നില്ല. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേറെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. സാധനം ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞ് ഐറ്റമാണ്, പക്ഷേ കുറച്ച് ഹെവി ആയിട്ടുമാണ് കേട്ടോ. ഇതാണ് LED ഹെഡ്ലൈറ്റ് ബൾബ്. ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ലെൻസിൻ്റെ അകത്തുനിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഡിമ്മിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് കുറച്ച് റേറ്റുള്ള സാധനം കേട്ടോ. 1500 റേറ്റുള്ള ഒരു ഹെഡ്ലൈറ്റ് LED ബൾബാണ് കേട്ടോ. ഇത് 150 വാട്ട്സിൻ്റെ LED ബൾബാണ്. കാറിനൊക്കെ വരുന്ന ബൾബാണ് കേട്ടോ. അപ്പം ഈ ഒരു സാധനം വണ്ടി സെറ്റ് ചെയ്യുമ്പോൾ എന്ത് വെട്ടുവരിക്കുന്നു എനിക്ക് അറിയാനായിട്ട് പോകും. സാധനം ഒരെണ്ണം കിട്ടിയപ്പോൾ നല്ല ക്വാളിറ്റി സാധനമാണ്. ഫാനൊക്കെ വരുന്നൊരു ക്വാളിറ്റി സാധനമാണ് കേട്ടോ. ഡാറ്റ സൂട്ടാണ്. ഈ ഒരു പ്ലഗിൻ ഡാറ്റ സൂട്ടാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ കൊടുക്കാം. അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇത് മാത്രമല്ല, RCയുടെ വേണ്ടി ഈ ഒരു ബൾബ് മാത്രം ഇന്ന് സെറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു സംഭവമുണ്ട്, വെയിറ്റ് ചെയ്യുക, ഞെട്ടിക്കും. എൻ്റെ ഫ്രണ്ടായ ആര്യന് ഞാനായിട്ട് ചെറിയ ബെറ്റ് വെച്ചായിരുന്നു. അവൻ്റെ സോഫ്റ്റ്വെയർ ആയി ഏവിയേറ്റർ ഗെയിം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. അഥവാ പൈസ നഷ്ടപ്പെട്ട അതിൻ്റെ 10 മടങ്ങ് എനിക്ക് തിരികെ നൽകാതെ അവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 8.28 റേഷ്യോയിൽ 2000 റിസ്ക് എടുത്ത് ഞാൻ വയ്ക്കുകയാണ്. യെസ്, അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ചെയ്തതുപോലെ തന്നെ കോഫിഷ്യൻ്റ് സെയിം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ പ്രൊഡക്ഷനിൽ തന്നെ ഞാൻ 11,420 രൂപയാണ് ഇതുവഴി നേടിയത്. നമുക്ക് ഇനി ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഇത്തവണ എമൗണ്ട് കുറച്ച് കൂട്ടി വയ്ക്കാൻ കേട്ടോ. 4.94 7,500 രൂപയാണ് ഇത്തവണ റിസ്ക് എടുത്ത് ഞാൻ വയ്ക്കുന്നത്. അപ്പം നമുക്ക് യെസ്, അപ്പം ഇത്തവണ ഞാൻ വിചാരിച്ച് ഞാൻ പ്രൊഡക്ഷൻ ചെയ്തതുപോലെ തന്നെ വിമാനം ലാൻഡ് ചെയ്തത് 4.94 തന്നെയാണ്. ഇത്ര പെട്ടെന്നാണ് ഞാൻ മിനിറ്റുകൾക്കുള്ളിലാണ് 40,820 രൂപയാണ് ഇതുവഴി ഞാൻ വിഡ്രോ ചെയ്തത്. അതും വെറും 2000 വെച്ചിട്ടാണ് ഈ ഒരു എമൗണ്ട് ഞാൻ നേടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ലഭിക്കണമെങ്കിൽ ഞാൻ ആര്യൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ചെയ്യുന്ന ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട് വന്നാണെന്ന് ആര്യന് ജസ്റ്റ് മെസ്സേജ് അയക്കുക. അപ്പോൾ ആര്യൻ്റെ റിപ്ലൈക്കായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആര്യൻ്റെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കണ്ടീഷനൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽസും കൂടുതൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളിക്കാനത് നോക്കി കണ്ടൊക്കെ മാത്രം കളിക്കുക. നിങ്ങളുടെ റിസ്ക് കളിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ നെസ്ക്യൂവിൽ പോയിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാം. വേറൊരു സംഭവം കൂടെ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു BS4 RC 390 ആണ് കേട്ടോ. 21,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ RC 390 ആണ് കേട്ടോ. BS4 എഡിഷനാണ്. വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ RC ബുക്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ടയർ ഫുൾ ത്രെഡാണ്. ഫ്രണ്ട് ലേശം കുറവുണ്ട്. ബാക്കി ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ജെനുവിനാണ്. ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. എല്ലാം ഷോറൂമിൽ തന്നെ കയറ്റി സർവീസ് ചെയ്ത വണ്ടിയാണ്. അപ്പം ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ 2.35 ആണ് കേട്ടോ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അപ്പം കോൺടാക്ട് ചെയ്തോ. ഇവരാണ് വണ്ടിയുടെ ഓണർ. ഇവൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഇന്നൊരു കേസ് എന്ന് വെച്ചാൽ നിങ്ങളെ റെഡി പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഫിനാൻസിറ്റ് ആയാലും അവൻ തന്നെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ റെഡി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് LED ബൾബ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് RCയുടെ കമ്പനി സ്റ്റോക്ക് ബൾബ്. ഇങ്ങനെ ഒരു പ്ലഗ് അഡാപ്റ്ററിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ബേക്കിലത്തെ സെയിം പ്ലഗ് അഡാപ്റ്ററിലാണ് ഇത് വരുന്നത് കേട്ടോ. അതിൻ്റെ ഡാറ്റ സൂട്ടാണ്. പിന്നെ ഉള്ളത് ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കാണ്. ഈ 3 പിന്ന് കണ്ടില്ലേ, അത് സെയിം സൂട്ടായാലേ നമുക്ക് കറക്റ്റ് അതിൻ്റെ അകത്ത് ഇരിക്കത്തുള്ളൂ. അപ്പം അതും കറക്റ്റാണ്.
ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പം ഇടുമ്പം എന്തെങ്കിലും രീതിയിലൊന്ന് സെറ്റ് ആക്കണം. ഞാൻ ഇട്ടതിന് ശേഷം അത് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇതിൻ്റെ അത് ഡിമ്മിൽ മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ബ്രൈറ്റിൽ ഇട്ടാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബ്രൈറ്റ് ഇടാൻ നേരത്ത് ഒന്നിൽ യെല്ലോയും ഒന്നിൽ വൈറ്റും ആയി കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡിമ്മിൽ മാത്രം ഇട്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്യാമേ. അപ്പം സംഭവം വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാർട്ട് ലോക്കാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കാർട്ട് സെറ്റായിട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്ലഗ് തമ്മി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പരിപാടി കഴിഞ്ഞ് അതുകൂടെ കൊടുത്തിട്ട് ഞാൻ ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. അതാ ഗൈസ്, സാധനം അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് LED ഇട്ടാൽ ഞാൻ കുറച്ച് ബോറാവെന്ന് വിചാരിച്ച്. സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്, ബോറല്ല, കാണാൻ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രൊജക്ടറൊക്കെ വച്ചേക്കുന്ന ഒരു ഫീലാണ്. ഇതിൻ്റെ വെട്ടം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നൈറ്റേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സാധനമല്ല, ഇതിൻ്റെ സോക്കറ്റും പ്ലഗും എല്ലാം കറക്റ്റ് സൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. അടുത്ത നമ്മളെ ഒരു മഞ്ഞച്ചടയൻ ദാതിക്കുന്ന ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ NS കൊണ്ടിടാ. അപ്പം കുറച്ച് ദിവസം റെസ്റ്റല്ലായിരുന്നു. കുറച്ച് വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു വണ്ടി സെയിലിനുണ്ടെന്ന്. അപ്പം വണ്ടി ഇന്ന് സെയിലാക്കുകയാണ്. അപ്പം എനിക്ക് സെയിലാകുന്നതുകൊണ്ട് വലിയ വിഷമമല്ല, പക്ഷേ ചെറിയൊരു മനസ്സിലൊരു ഇതുണ്ട് കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. വിഷമില്ലാത്തതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വണ്ടിക്കിപ്പം ഒരു ഫോർക്കിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടർ മോട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ബ്രേക്ക് ടയറിന് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, അതും ഇന്ന് ശരിയാക്കി. വണ്ടി ഫുൾ സെറ്റായി. നേരത്തെയും ഫുൾ സെറ്റായിരുന്നു. ചെറിയ ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്നും കൂടെ നോക്കി കണ്ടുപിടിച്ച കുറച്ച് കംപ്ലയിൻറ്റ്സ് ഒക്കെയാണ് ഇതൊക്കെ. അപ്പം അതും വണ്ടി റെഡിയാക്കി. ഇന്ന് വണ്ടി അപ്പോൾ ഞാൻ കൈമാറാൻ പോവേനേട്ടാ. ഇത്രയും പൈസ മുടക്കി പണിഞ്ഞിട്ട് ഇത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല. അതായത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ വേറെ ഒന്നുമില്ല. അതായത് വർക്കൊക്കെ അത്യാവശ്യം എനിക്കറിയാം. അപ്പം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ അതൊക്കെ പുതിയ ഇൻഷുറൻസ് ആയിട്ട് വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ ഇൻഷുറൻസൊക്കെ പുതുക്കാൻ തന്നാൽ. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം നോക്കിയാൽ ഇൻഷുറൻസിൻ്റെ കേസൊക്കെ. പിന്നെ മെയിൻ്റനൻസ് കേസ് ഒരിക്കലും അല്ല, ഞാൻ ഈ വണ്ടി പിന്നെ കൊടുക്കുന്ന കേസ് എമൗണ്ടിൻ്റെ കേസ് മാത്രമാണ്. അപ്പം കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട്. കുറച്ച് ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് നമ്മൾ RC390 അതുപോലെ തന്നെ NS ഒക്കെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ വണ്ടി സെയിലാക്കുന്നത്. നേരെ ഇനി വീട്ടിൽ പോയിട്ട് ഗായത്രിയും അച്ചുക്കുട്ടിയും എടുത്തുകൊണ്ടാണ് ഞാൻ വണ്ടി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് വണ്ടി ഫുള്ളൊന്ന് അടിച്ച് വാഷ് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കാം. കാണാൻ പോകുന്നു ഞെട്ടട്ടെ. അതാ വണ്ടി കഴുകി കുളിപ്പിച്ച് വണ്ടി സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇതിന് വേണ്ടി കൊടുക്കാനായിട്ടല്ല വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കണക്ക് പണിയത്തില്ലായിരുന്നല്ലോ. ഇപ്പം ഈ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ എൻ്റെ പേരടിച്ച സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്തതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇതിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങൾ, ഒരു കുഞ്ഞു കോയിലായാലും ഫ്യൂസ് ആയാലും അത് കംപ്ലൈൻറ്റ് പോലും ഇല്ല. ചെറുതായിട്ടൊന്ന് കളർ ഫെയ്ഡായപ്പം എല്ലാ ക്ലാബൊക്കെ ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ടാൽ മതിയായിരുന്നു. അതൊക്കെ ഞാൻ പുതിയത് വാങ്ങിച്ച് മാറുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഈ കിറ്റക്കിൻ്റെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ലോക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വേറെ സാധനം എടുത്ത് അതിൻ്റെ അകത്താണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാം പുത്തനാക്കി. പക്ഷേ വണ്ടി ഇപ്പോൾ എനിക്ക് കൊടുക്കേണ്ടി വന്നു. കുഴപ്പമില്ല, ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിൻ്റെ വളമാവുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം വണ്ടി കൊടുക്കാനായിട്ട് പോയാൻ കേട്ടോ. മോനെ ടാങ്കൊക്കെ നോക്കി എന്തൊക്കെ എൻ്റെ മുഖം കാണാൻ പറ്റും. അമ്മാതിരി രീതിയിലാണ് തിളക്കം കേട്ടോ വണ്ടി. ഈ ഒരു BS3 NS200 ഇതേപോലെ വർക്ക് ചെയ്തിട്ടുള്ള വേറെ ഉണ്ടാകുന്നതോ. ഇത്രയും നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കാണത്തില്ല കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളതെന്ന് തോന്നണം. ഇപ്പോൾ ഇനിയിപ്പോൾ വണ്ടി നമുക്ക് കൈമാറാനായിട്ട് പോവാം. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വണ്ടി ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. നീ ഇറങ്ങി ഞാൻ ജമ്പ് അടിക്കാം. ഇതെന്തടി പഴക്കൊരേ തൂക്കിക്കൊണ്ട് വരണത്. കയറ്. അപ്പോൾ അതാ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് അപ്പോൾ നമ്മളെ വണ്ടി കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനിത്ര സ്വതന്ത്രമായിട്ട് കയറി വരുന്നതിൻ്റെ കാരണം ഇത് ഗായത്രിയുടെ വീടാണ്. എൻ്റെ അളിയൻ, എൻ്റെ ഒരു അളിയനാണ് വണ്ടി കൈമാറുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വണ്ടി കൊടുക്കുന്നതുകൊണ്ട് വലിയ വിഷമമില്ലെന്ന്. അതായത് ഈ വണ്ടി എൻ്റെ കയ്യിൽ തന്നെ അല്ലേ. അതെ, ഓക്കെ. അപ്പോൾ വിഷ്ണു എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനിയിപ്പോൾ NSലുള്ള കളിയാണോ അല്ലേ? NS വിഷ്ണു പേര്. NS വിഷ്ണു, RS ബാവ, NS വിഷ്ണു. ഓടിച്ചോക്ക്. ചുമ്മാ ഓടിച്ചോക്ക്.
ഇതാ ഞാൻ പറഞ്ഞത്, വലിയ വിഷമമില്ലെന്ന്. പക്ഷേ എനിക്ക് എത്താറൊക്കെ ആയപ്പം ചെറിയൊരു അറ്റാച്ച്മെൻറ്റൊക്കെ എവിടെയൊക്കെ വന്നു കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഒരു ഡീറ്റെയിലായിട്ട് നോക്കി കണ്ടൊക്കെ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ തന്നെ എന്നുവെച്ചാൽ ഇവിടെ കൊണ്ട് മിക്കപ്പോഴും വരുന്നതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴാണോ ഈ വണ്ടി ഓടിക്കാം, എവിടെ കൊണ്ടുപോകാം, അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം പറ്റിയൊരാളെ തന്നെ ഞാൻ വണ്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്തൊക്കെ കൊടുത്താലും എനിക്ക് ഭയങ്കരമായിട്ടൊരു ചെറിയൊരു ഇമോഷനൊക്കെ ഒരു ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു സീനുമില്ല. സ്വന്തം വണ്ടി. ഓക്കെ, അപ്പം ഞാൻ ഇത് അടിച്ചേൽപ്പിച്ച് കൊടുത്തതല്ല കേട്ടോ വണ്ടി. വിഷ്ണുവിൻ്റെ നേരത്തെ ഇരുന്ന വണ്ടി ഇതാണ്, ഒരു ഐസ്മാർട്ട് സ്പ്ലെൻഡറിൻ്റെ ഒരു ഐസ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതും ഞാൻ എടുത്ത് കൊടുത്തൊരു വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ കണ്ടീഷൻ വൺ സീനാണ്. ഇതിൽ എഞ്ചിൻ്റെ അവിടത്തൊക്കെ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൻ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. ഫോർക്കൊക്കെ താൻ നോക്കി, ഫോർക്കിൻ്റെ ഇവിടെയൊക്കെ ലീക്കൊക്കെ വന്ന് ഓയിലൊക്കെ എല്ലാം തീർന്നിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഒരു ശകടമായി തന്നെ പറയാം. അപ്പം ഈ ഒരു വണ്ടി ഇനി കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. വേറെ എഞ്ചിൻ്റെ ടൈമിൻ്റെ അടി അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വണ്ടി ഇനി റെഡിയാക്കണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, ഇത് കൊടുക്കാൻ വെച്ചേക്കാണ്. അപ്പം ഞാൻ അടിച്ചേൽപ്പിച്ചതല്ല, ഇങ്ങനെ ഈ ഒരു വണ്ടി കൊടുക്കണം. പക്ഷേ എനിക്ക് കൊടുക്കാൻ മനസ്സിലെന്ന് ഗായത്രി അടുത്ത് പറഞ്ഞപ്പോൾ ഗായത്രിയാണ് പറഞ്ഞാൽ, ഗായത്രിയുടെ ചേട്ടന് വണ്ടി നോക്കുന്നുണ്ട്, അവന് കൊടുക്കാമല്ലേ. അങ്ങനെ വണ്ടി നമ്മുടെ കൈവട്ടത്ത് തന്നെ ആയിട്ടുണ്ട്. വണ്ടി അങ്ങനെ കൊടുത്തെന്നുള്ളൊരു പേരും ഇല്ല കേട്ടോ. അതാ വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്നാലും എവിടെയൊക്കെയോ ചെറിയൊരു എത്താറായപ്പോൾ, വീടെത്താറായപ്പോൾ ചെറിയൊരു ഇത്. പക്ഷേ കുഴപ്പമില്ല, നമ്മളെ തന്നെ. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്തിട്ട് ട്രീറ്റ് ആയിട്ട് വിഷ്ണു ഗായത്രിയും കൂടെ ഇപ്പം ഷവായി വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിലും ആരും മൈൻഡ് ചെയ്യുന്നില്ലേ. ഓക്കെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെ വണ്ടി നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ തന്നെ നേരത്തെ വാർത്തടുക്ക്. അപ്പം നമ്മൾ ബസ് കാത്തിരിക്കേണ്ട, തിരിച്ച് വീട്ടിൽ പോകണ ബസ്സിലാണ്. RC പാരിപ്പള്ളി ഇരിക്കുകയാണ്. അവിടെ ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇനി പോകണം. നമ്മളെ RCയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കാണണ്ടേ. അപ്പം അവിടെ ചെന്നിട്ട് അതിൻ്റെ ലൈറ്റിൻ്റെ വെട്ടം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബസ് ഇപ്പോൾ വരും, ബസ് കയറി നമ്മൾ നേരെ പോവാം. RCയുടെ ലൈറ്റിൻ്റെ പ്രകാശം കാണണ്ടേ. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ കത്തോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാതെ കത്തും, പക്ഷേ ഡിമ്മും ലൈറ്റ് ഒരുമിച്ചാണ് കത്തുന്നത്. വെട്ടം കണ്ട എങ്ങനെയുണ്ട്. അപ്പം ഡിമ്മും മാത്രം ഇട്ട് കാണിച്ചു തരാം. ഇതാണ് അപ്പം ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രകാശം കേട്ടോ. ഞാൻ റോഡിലോട്ട് ഇറക്കി വയ്ക്കാം. കണ്ടില്ലേ എങ്ങനെയുണ്ട്. ബ്രേക്ക് ഇടുമ്പോൾ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ ആര്യൻ്റെ വെബ്സൈറ്റ് ഇട്ടാണ് ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. ഡീറ്റെയിൽസിനുള്ളിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതിൽ കയറി എൻ്റെ ചാനൽ കണ്ടിട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുക. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ 40,000 രൂപ നേടി നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ കളിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. സംഭവം നമ്മളെ വണ്ടിയുടെ ആ ഒരു സെയിലിങ്ങിൻ്റെ കേസ് പറയാനായിട്ട്, പിന്നെ അറിയണ്ടായിരുന്നു ആ വണ്ടിയുടെ ചെറിയൊരു അപ്ഡേഷനെ പറ്റി പറയാനായിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി നൈറ്റ് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയ പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനും ഗായത്രിയും വിഷ്ണുവും എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വ്ളോഗൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എന്തായാലും മറ്റു മീഡിയമായിട്ട് അടുത്ത് നമ്മൾ മിക്കാതെ നമ്മളെ ക്ലച്ചിൻ്റെ ആ ഒരു സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതുമായിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും